100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം 100 വാർത്തകൾ അരമണിക്കൂറിൽ. ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചുവെന്ന മുഖ്യമന്ത്രിക്കെതിരായ പരാതി ഇന്ന് ലോകായുക്തയുടെ പരിഗണനയിൽ. ഹർജിക്കാരന്റെ തുടർവാദം കേൾക്കും. രേഖകൾ ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശം. ഹർജി മുഖ്യമന്ത്രിക്കും 18 മന്ത്രിമാർക്കുമെതിരെ. കണ്ണൂർ VC നിയമനം ശരിവച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. പുനർനിയമനത്തിൽ ഗവർണർ നിലപാട് വ്യക്തമാക്കിയേക്കും. നേരത്തെ ഗവർണർ അടക്കമുള്ള എതിർകക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചിരുന്നു. വധഗൂഢാലോചന കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കും. നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കാനാണ് അന്വേഷണമെന്ന് ദിലീപ്. FIR കെട്ടിച്ചമച്ചതാണെന്നും തെളിവുകൾ വിശ്വാസയോഗ്യമല്ലെന്നും പ്രതിഭാഗം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത്. സംസ്ഥാന സമ്മേളനത്തിന്റെ നടത്തിപ്പിൽ തീരുമാനമെടുക്കും. കോവിഡ് വ്യാപനം കുറഞ്ഞ പശ്ചാത്തലത്തിൽ മുൻ നിശ്ചയിച്ച പ്രകാരം സമ്മേളനം നടത്താനുള്ള നീക്കവുമായി നേതൃത്വം. ചോദ്യപേപ്പർ ഘടന നിശ്ചയിച്ചതിനെതിരായ കുറിപ്പ് പങ്കുവച്ച അധ്യാപകന് ചാർജ് മെമ്മോ. നടപടി പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ P. പ്രേമചന്ദ്രനെതിരെ. വിദ്യാർത്ഥികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് സർക്കാർ. ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാനുള്ള നീക്കമെന്ന അധ്യാപക സംഘടനകൾ. അൺഎയ്ഡഡ് സ്കൂളുകളിലെ പരീക്ഷാ ചുമതലകളിൽ നിന്നും എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് വിലക്ക്. ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് സർക്കാർ അധ്യാപകരെ മാത്രം നിയോഗിച്ചാൽ മതിയെന്ന് തീരുമാനം. നടപടി അൺഎയ്ഡഡ് സ്കൂളുകളെ അധ്യാപകർ വഴിവിട്ട് സഹായിക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് സർക്കാർ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് എയ്ഡഡ് സ്കൂൾ അധ്യാപക സംഘടനകൾ. മുഴുവൻ സീറ്റുകളിലും കാണികൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് തിയേറ്റർ ഉടമകൾ. വൻ പ്രതിസന്ധിയിലെന്ന് കാണിച്ച് സർക്കാരിനെ സമീപിച്ചു. പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം. നികുതി ഇളവ് നൽകണമെന്നും തിയേറ്റർ ഉടമകൾ. PV അൻവർ MLAയുടെ ഭാര്യാപിതാവിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ തടയണയും റോപ്പ് വേയും ഇന്ന് പൊളിച്ചു നീക്കിയേക്കും. നടപടി ഓംബുഡ്സ്മാന്റെ അന്ത്യശാസനത്തെ തുടർന്ന്. ഉറുങ്ങാട്ടേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രാവിലെ 10 മണിയോടെ പൊളിക്കൽ നടപടി തുടങ്ങിയേക്കും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നസറുദ്ദീന് വ്യാപാരികളുടെ അന്ത്യാഞ്ജലി. ഖബറടക്കം ഇന്ന് വൈകിട്ട് 5 മണിക്ക് കണ്ണംപറമ്പ് ഖബർസ്ഥാനിൽ. ആദരസൂചകമായി ഇന്ന് കടകൾ അടച്ചിടാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തീരുമാനം. അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് സമാപിക്കും. പൊതു ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് രാജ്യസഭയിൽ ധനമന്ത്രി മറുപടി പറയും. കോൺഗ്രസിന്റെ ആരോപണങ്ങളിൽ വിശദീകരണം നൽകും. ലോക്സഭയിലെ പ്രതിഷേധം രാജ്യസഭയിലും തുടരാൻ പ്രതിപക്ഷം. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ വിമർശനവുമായി എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രമായ സത്യദീപം. ചർച്ച വേണ്ടാത്ത മാവോ ലൈനാണ് പിണറായി സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വിമർശനം. സർക്കാർ നീക്കം എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കി. ലോകായുക്തയെ വെറും അന്വേഷണ കമ്മീഷനാക്കി മാറ്റിയെന്ന വിമർശനം. തിരുവനന്തപുരം കുറവൻകോണത്ത് യുവതിയുടെ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ പിടിയിൽ. കസ്റ്റഡിയിലെടുത്തത് തമിഴ്നാട്ടിൽ നിന്ന്. പേരൂർക്കടയിലെ ഹോട്ടൽ ജീവനക്കാരെന്ന് സൂചന. കാക്കനാട് ലഹരിമരുന്ന് കേസിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. കേസിലാകെ 25 പ്രതികൾ. കുറ്റപത്രം സമർപ്പിക്കുക ആഡംബര കാറിൽ കോടികളുടെ ലഹരിമരുന്ന് കടത്തിയ കേസിൽ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന പൂർത്തിയായി. ഇന്ന് മോക്ക് പോൾ. മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കുന്നത് 328 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ. മലങ്കര ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയം പഴയ സെമിനാരിയിൽ ചേരും. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനിൽ സമർപ്പിക്കേണ്ട 11 മെത്രോപൊലീത്തൻ സ്ഥാനാർത്ഥികളുടെ പേരുകൾ നിർദ്ദേശിക്കും. തേഞ്ഞിപ്പലത്ത് ആത്മഹത്യ ചെയ്ത പോക്സോ ഇരയുടെ അമ്മ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്ന ആവശ്യം. ബാലാവകാശ കമ്മീഷൻ ഇന്ന് പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കും. കോടതി അലക്ഷ്യ കേസിൽ വാദം പറയാൻ വിവാദ വ്യവസായി വിജയ് മല്യയ്ക്ക് അവസാന അവസരം നൽകി സുപ്രീം കോടതി. ഈ മാസം 24-ന് നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ വാദം പറയണമെന്ന് ജസ്റ്റിസ് UU ലളിത് അധ്യക്ഷനായ ബെഞ്ച്. പോക്സോ കേസുകളിൽ വിവാദ ഉത്തരവുകൾ പുറപ്പെടുവിച്ച ബോംബെ ഹൈക്കോടതി ജഡ്ജി പുഷ്പ ഗണേഥിവാല രാജിവെച്ചു. ഈ മാസം 12-ന് കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ രാജിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വെബിനാർ എന്ന വേൾഡ് പൾസസ് ഡേയോടനുബന്ധിച്ചാണ് പരിപാടി. കപ്പൽ യാത്രയ്ക്കിടെ കോട്ടയം കുറിച്ചി സ്വദേശിയായ യുവാവിനെ കാണാതായി. ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയ ചരക്ക് കപ്പലിലെ ജീവനക്കാരൻ ജസ്റ്റിൻ കുരുവിളയെയാണ് കാണാതായത്. വിദേശകാര്യ മന്ത്രാലയത്തിന് പരാതി നൽകിയ കുടുംബം. കൊച്ചി നഗരത്തിന്റെ സാംസ്കാരിക മുഖങ്ങളിലൊന്നായ ചാവറ കൾച്ചറൽ സെന്ററിന് ഇനി പുതിയ മുഖം.
ചവറ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും ചവറ മാട്രിമോണിയുടെ ഹെഡ് ഓഫീസും പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി. ഫാദർ തോമസ് ചാത്തമ്പറമ്പിൽ ചവറ മാട്രിമോണിയുടെ ഹെഡ് ഓഫീസും പ്രൊഫസർ എം കെ സാനു ചവറ കൾച്ചറൽ സെന്ററിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും ഉദ്ഘാടനം ചെയ്തു. സുവർണ ജൂബിലി വർഷത്തിൽ ചവറ കൾച്ചറൽ സെന്ററിന്റേത് പുതിയ കാൽവെപ്പെന്ന മാട്രിമോണിയൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺസൺ സി എബ്രഹാം. തെന്നിന്ത്യൻ ചലച്ചിത്ര താരം യശ് രാംരാജ് കോട്ടന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ കമ്പനി MD KR നാഗരാജന്റെ സാന്നിധ്യത്തിലാണ് യശ് കരാറിൽ ഒപ്പുവച്ചത്. മുടങ്ങിക്കിടക്കുന്ന പോളിസികൾ പുതുക്കാൻ ക്യാമ്പയിനുമായി LIC 5 വർഷത്തിനിടെ മുടങ്ങിപ്പോയ പോളിസികൾ പുതുക്കാൻ അവസരം. കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ആകെ അടച്ച പ്രീമിയങ്ങൾ അടിസ്ഥാനമാക്കി ടേം ഇൻഷുറൻസ്, ഹൈ റിസ്ക് പ്ലാനുകൾ എന്നിവ ഒഴികെയുള്ള പോളിസികൾക്ക് ലേറ്റ് ഫീസിൽ ഇളവ്. ഈ വർഷം പോളിസികൾ പുതുക്കാൻ LIC അവസരം നൽകുന്നത് ഇത് 2ാം തവണ. അവസാന തീയതി മാർച്ച് 25. ഇനി 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ഉത്തരാഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്. കോൺഗ്രസിന് അനുകൂലമായ അന്തരീക്ഷമാണ് സംസ്ഥാനത്തുള്ളതെന്ന് കോൺഗ്രസ് നേതാവ് ഹരീഷ് റാവത്ത്. BJPയുടെ വികസന നേട്ടങ്ങൾ പൊള്ളയായ വാദങ്ങളാണെന്നും ഹരീഷ് റാവത്ത്. ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിനെ പരിഹസിച്ച മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കോൺഗ്രസ് ഞണ്ടുകളുടെ പാർട്ടിയാണെന്ന് പരിഹാസം. കോൺഗ്രസ് നേതാക്കൾ പരസ്പരം പോരടിക്കുകയാണെന്നും ശിവരാജ് സിംഗ് ചൌഹാൻ. ദേശീയ വാർത്തകൾ. കേന്ദ്ര സഹമന്ത്രി അജയ് മിശ്ര ടേനിയുടെ രാജി ആവശ്യപ്പെടാത്തതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച പ്രിയങ്ക ഗാന്ധി. കർഷകർ കൊല്ലപ്പെട്ടപ്പോൾ പോലീസും സർക്കാരും എവിടെയായിരുന്നു? കർഷകർക്ക് നീതി നിഷേധിക്കുകയാണെന്നും പ്രിയങ്ക ഗാന്ധി. ഓസ്ട്രേലിയൻ മന്ത്രി ഡാൻ ടെഹാനുമായി കൂടിക്കാഴ്ച നടത്തി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചയായി. ഈ വർഷം അവസാനത്തോടെ സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷ. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ട്വീറ്റിനെതിരെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സഹമന്ത്രി എൽ മുരുകൻ. രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിനെതിരെ എഴുതുന്നവർക്കെതിരെ സർക്കാർ നടപടിയെടുക്കുമെന്ന് മന്ത്രി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വാഷിംഗ്ടൺ പോസ്റ്റ് കോളമിസ്റ്റ് റാണ അയ്യൂബിനെതിരെ നടപടിയുമായി ED. ക്യാമ്പയിനുകൾക്കായി എത്തിച്ച പണം ദുരുപയോഗം ചെയ്തെന്ന് കണ്ടെത്തൽ. ബ്രിട്ടനിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന ആശങ്ക ബ്രിട്ടനെ അറിയിച്ചെന്ന് ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം. ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ഇന്ത്യ. പ്രശസ്ത ഇന്ത്യൻ പരമ്പര ശക്തിമാൻ സിനിമയാകുന്നു. 3 ഭാഗങ്ങളായി പുറത്തിറങ്ങുന്ന സിനിമയിൽ ഇന്ത്യൻ സിനിമാ രംഗത്തെ പ്രമുഖർ വേഷമിടും. സിനിമയുടെ പ്രഖ്യാപന വീഡിയോ ചലച്ചിത്ര നിരൂപകൻ തരൺ ആദർശ് പുറത്തുവിട്ടു. ക്രിപ്റ്റോ കറൻസികൾ രാജ്യത്തെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഭീഷണിയെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ്. ക്രിപ്റ്റോ കറൻസികളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് മുന്നറിയിപ്പ് നൽകണമെന്നും RBI ഗവർണർ. ഡൽഹിയിലെ മുഗൾ ഗാർഡൻസ് ശനിയാഴ്ച മുതൽ പൊതുജനങ്ങൾക്കായി തുറക്കും. മാർച്ച് 12 വരെയാണ് പ്രവേശനം. അനുമതി ഓൺലൈനായി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ രാജി ആവശ്യപ്പെട്ട് BJP. സർക്കാർ ഭൂമിയിൽ ഖനനത്തിന് അനുമതി നൽകിയെന്ന ആരോപണം. വിഷയത്തിൽ BJP ഗവർണറെ കാണും. ലോകത്തെ 88 രാജ്യങ്ങളിലായി 4355 പ്രവാസി ഇന്ത്യക്കാർ കോവിഡ് മൂലം മരിച്ചെന്ന് റിപ്പോർട്ട്. സൗദി അറേബ്യയിൽ മാത്രം മരിച്ചത് 1237 ഇന്ത്യക്കാർ. പുതിയ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ ഒക്ടോബർ 11 യോഗം ചേരുമെന്ന് RJD. തീരുമാനം നിലവിലെ അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിന്റെ ആരോഗ്യസ്ഥിതി മോശമായ സാഹചര്യത്തിൽ. പുതുതായി 17 ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിച്ച രാഷ്ട്രപതിയുടെ ഉത്തരവ്. മധ്യപ്രദേശ്, മദ്രാസ്, ഒറീസ, ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിലേക്കാണ് നിയമനം. മദ്രാസ് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുനീശ്വർ നാഥ് ഭണ്ഡാരിയെ ചീഫ് ജസ്റ്റിസാക്കി. ഈ മാസം 18 വരെ ഗുജറാത്തിലെ 8 നഗരങ്ങളിൽ രാത്രി കർഫ്യൂവിൽ ഇളവ്. രാത്രി 10 മുതൽ പുലർച്ചെ 6 വരെ ഏർപ്പെടുത്തിയിരുന്ന കർഫ്യൂ ഇനി മുതൽ രാത്രി 12 മുതൽ പുലർച്ചെ 5 വരെയാക്കും. അസമിൽ മയക്കുമരുന്ന് വിൽപ്പന സംഘം പിടിയിൽ. നാഗോണിൽ അറസ്റ്റിലായത് 4 അംഗ സംഘം. 34 ഹെറോയിൻ കുപ്പികൾ അടക്കമുള്ളവ പിടികൂടി. അന്താരാഷ്ട്ര വാർത്തകൾ. ആഫ്രിക്കയിലെ ബെനിൻ പാർക്കിൽ അജ്ഞാതരുടെ ആക്രമണത്തിൽ ജീവനക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതം. തീവ്രവാദ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സംശയം. കാനഡ US അതിർത്തിയിലെ ട്രക്ക് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാൻ കോടതിയെ സമീപിക്കുമെന്ന് കനേഡിയൻ മേയർ. പ്രതിഷേധം കോവിഡ് വാക്സിനേഷനെതിരെ. പ്രതിഷേധക്കാരെ നീക്കാൻ ഫെഡറൽ സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്ന് വൈറ്റ് ഹൌസ്. അമേരിക്കയിൽ പണപ്പെരുപ്പം 7.5% ഉയർന്നു. 40 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഡിസംബറിനെ അപേക്ഷിച്ച് ഉപഭോക്തൃ വില സൂചിക 0.6% ഉയർന്നെന്നും തൊഴിൽ വകുപ്പ്. പെറുവിലെ ബസ് അപകടത്തിൽ മരണം 20ആയി. 30 പേർ ചികിത്സയിൽ. അപകടം നടന്നത് വടക്കൻ ലിബാർട്ടാഡ് മേഖലയിൽ.
കൊളംബിയയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 14 മരണം. മധ്യ പടിഞ്ഞാറൻ പ്രവിശ്യയായ റിസറാൾഡിലാണ് അപകടം. നിരവധി വീടുകൾ മണ്ണിനടിയിൽ. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വാക്സിനേഷൻ വേഗത്തിലാക്കാൻ ഒരുങ്ങി യൂറോപ്യൻ യൂണിയൻ. വാക്സിൻ എത്തിക്കാൻ നടപടിയുടൻ. കോങ്കോ, ബുറുണ്ടി തുടങ്ങിയ രാജ്യങ്ങൾ ഉപയോഗിച്ചത് ലഭ്യമായ വാക്സിന്റെ 20% മാത്രം. നിരപരാധിയാണെന്ന് ആവർത്തിച്ച് പാരീസ് തീവ്രവാദ ആക്രമണ കേസ് പ്രതി സലാഹ് അബ്ദുൾ സലാം. ആക്രമണത്തിൽ തനിക്ക് പങ്കില്ലെന്ന് പ്രതി കോടതിയിൽ വ്യക്തമാക്കി. രാജ്യത്തേക്കുള്ള ചൈനയുടെ കടന്നുകയറ്റം സ്ഥിരീകരിച്ച നേപ്പാൾ സർക്കാർ. പടിഞ്ഞാറൻ മേഖലയിലെ ഹുംല ജില്ലയിലാണ് കടന്നുകയറ്റമെന്നും റിപ്പോർട്ട്. വടക്കൻ അർജന്റീനയിൽ കാട്ടുതീ പടരുന്നു. കോറിയന്റസ് പ്രവിശ്യയിലാണ് അഗ്നിബാധ. തീയണയ്ക്കാനുള്ള തീവ്ര ശ്രമങ്ങളുമായി അഗ്നിശമന സേന. ആഫ്രിക്കയ്ക്കായി 150 ബില്യൺ യൂറോ നിക്ഷേപ പദ്ധതി പ്രഖ്യാപിച്ച യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ. സെനഗലിലെ ഡാക്കറിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് പ്രഖ്യാപനം. സൊമാലിയൻ തലസ്ഥാനമായ മൊഗാദിഷുവിലെ റെസ്റ്റോറന്റിലുണ്ടായ സ്ഫോടനത്തിൽ 6 മരണം, 12 പേർക്ക് പരിക്ക്. ആക്രമണം പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലേക്കുള്ള സുരക്ഷാ ചെക്ക് പോയിന്റിന് സമീപത്തെ റെസ്റ്റോറന്റിൽ. യുക്രൈനിലെ അമേരിക്കൻ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഇപ്പോൾ തന്നെ യുക്രൈൻ വിടാൻ നിർദ്ദേശം. സംയുക്ത സൈനിക അഭ്യാസത്തിന് തുടക്കമിട്ട റഷ്യയും ബെലാറസും. ഏഷ്യ പാസഫിക്കിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ രാജ്യങ്ങളുമായി ആയുധ കരാറിൽ ഏർപ്പെട്ട ഇന്തോനേഷ്യ. ഫ്രാൻസുമായി 42 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ കരാറിൽ ഒപ്പിട്ടു. സൗദി വിമാനത്താവളത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ 12 പേർക്ക് പരുക്ക്. പരുക്കേറ്റവരിൽ ഇന്ത്യൻ പൗരനും. ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഹൂതി വിമതർ. സ്പോർട്സ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് അവസാന ഏകദിനം ഇന്ന്. മത്സരം ഉച്ചയ്ക്ക് 1:30 അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ. ആദ്യ 2 കളിയിലും വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. വനിതാ ഏകദിന ലോകകപ്പിനുള്ള ഇംഗ്ലണ്ട് ടീം പ്രഖ്യാപിച്ചു. യുവതാരങ്ങളായ ചാർലി ഡീൻ, എമ്മ ലാംബ് എന്നിവർ ടീമിൽ. ലോകകപ്പ് ആരംഭിക്കുന്നത് മാർച്ച് 4-ന്. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം നന്ദിയോട് ആലമ്പാറ ദേവീക്ഷേത്രത്തിലെ ദേശീയ മഹോത്സവം ഈ മാസം 15 മുതൽ 24 വരെ. ഉത്സവം പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്തുമെന്ന് ഭാരവാഹികൾ. തിരുവനന്തപുരം ഉഴമലക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ ഹെഡ്മാസ്റ്റർ ബി ജീവിന്റെ നിര്യാണത്തെ തുടർന്ന് അനുശോചന യോഗം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഉഴമലക്കൽ വേണുഗോപാൽ, PTA പ്രസിഡന്റ് ബി ബിജു, ഹെഡ് മിസ്ട്രസ് ലില്ലി എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്നാരോപിച്ച് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ച KSKTU കൊല്ലം കുന്നിക്കോട് മേഖലാ കമ്മിറ്റി യൂണിയൻ ഏരിയ ട്രഷറർ A വഹാബ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കടയ്ക്കൽ കുറ്റിക്കാട് ഗവൺമെന്റ് UP സ്കൂളിന് സമീപം പുലിയെ കണ്ടെന്ന് നാട്ടുകാർ. കാട്ടുപൂച്ചയാണെന്ന് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. കൊല്ലം പുനലൂർ സിവിൽ സ്റ്റേഷനിൽ വൈദ്യുത സംവിധാനങ്ങൾ അപകടകരമായ വിധത്തിൽ. വൈദ്യുതാഘാതമേൽക്കാൻ സാധ്യത കൂടുതലെന്ന് പരാതി. സിവിൽ സ്റ്റേഷനെ ആശ്രയിക്കുന്നത് ദിനംപ്രതി 100 കണക്കിന് ആളുകൾ. കൊല്ലം ആശ്രാമത്തെ ബിവറേജസിന്റെ സെൽഫ് സർവീസ് ഔട്ട്ലെറ്റിൽ മദ്യക്കുപ്പികൾ മോഷണം പോയി. 3630 രൂപയുടെ മദ്യം കവർന്നെന്ന് റിപ്പോർട്ട്. പത്തനംതിട്ട ആയുർവേദ ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. നിർമ്മാണം നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 33 ലക്ഷം രൂപ ചെലവിൽ. ആലപ്പുഴ തൈക്കാട്ടുശ്ശേരിയിൽ ഉദ്യാനമൊരുങ്ങുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലുമായി 500 മീറ്റർ നീളത്തിലാണ് നിർമ്മാണം. സംസ്ഥാന ടൂറിസം വകുപ്പ് പദ്ധതി നടപ്പാക്കുന്നത് 2.5 കോടി രൂപ ചെലവഴിച്ച. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും വിവിധ മന്ത്രിമാർക്കും നിവേദനം നൽകി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ LDF നേതാക്കൾ. 7ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം സമർപ്പിച്ചത്. വൈദികർക്ക് വേണ്ടിയുള്ള 4ാമത് റെവറൻഡ് ഫാദർ തോമസ് നഗന്നൂലിൽ മെമ്മോറിയൽ ഷട്ടിൽ ടൂർണമെന്റ് സമാപിച്ചു. സീനിയർ, ജൂനിയർ വിഭാഗങ്ങളിലായി 60-ലധികം വൈദികർ പങ്കെടുത്തു. കല്ലറ വടക്കേ കാളകെട്ടി പാടശേഖരത്തിൽ നെൽകൃഷി വിളവെടുപ്പ്. തരിശു കിടന്നിരുന്ന പാടശേഖരത്തിൽ കൃഷി ഇറക്കിയത് കുടുംബശ്രീ പ്രവർത്തകർ. കോട്ടയം വൈക്കത്ത് ചെളിക്കുണ്ടിൽ അകപ്പെട്ട പശുവിനെ രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ്. വടയാർ സ്വദേശിയുടെ പശുവാണ് ചെളിക്കുണ്ടിൽ വീണത്. വൈക്കം ഫയർ സ്റ്റേഷൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നജീദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കോട്ടയം ഈരാറ്റുപേട്ടയിൽ കഞ്ചാവുമായി 3-അംഗ സംഘം അറസ്റ്റിൽ. പിടിയിലായത് ഇളപ്പുങ്കൽ സ്വദേശികളായ ആഷിഖ് പി ഇബ്രാഹിം, ആസിഫ് തൻസീബ് എന്നിവർ. അറസ്റ്റ് കുളത്തൂക്കടവിൽ വെച്ച്. സമഗ്ര ശിക്ഷ കോട്ടയം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ധന്യ P വാസവന് ദേശീയ പുരസ്കാരം. അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്കിടയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. 2011 മുതലുള്ള പ്രവർത്തനങ്ങളിലൂടെ വിദ്യാലയത്തിലെത്തിച്ചത് 1000ഓളം കുട്ടികൾ.
ഇടുക്കി പാമ്പനാർ ശ്രീനാരായണ ട്രസ്റ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഭൂമിത്ര സേനാ ക്ലബിന് തുടക്കം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതല ക്രോസ് കൺട്രി ചാമ്പ്യൻഷിപ്പിൽ പാലക്കാട് ജേതാക്കൾ. കോതമംഗലത്ത് നടന്ന ചാമ്പ്യൻഷിപ്പിൽ 500-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു. എറണാകുളം റണ്ണറപ്പ്. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിർമ്മിച്ച റോഡ് ഉദ്ഘാടനം ചെയ്ത് കെ.എൻ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എ. നിർമ്മാണം 11.5 ലക്ഷം രൂപ ചെലവഴിച്ച. എറണാകുളം വളയൻചിറങ്ങര GLP സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ ഖാദി യൂണിഫോം വിതരണം ചെയ്തു. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പെരുമ്പാവൂരിൽ താമസ സ്ഥലത്ത് കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ അതിഥി തൊഴിലാളി പിടിയിൽ. അറസ്റ്റിലായ SM സ്വദേശി അസിഖുൾ റഹ്മാൻ. എറണാകുളം കിഴക്കേക്കര കുടിവെള്ള പദ്ധതി തുടങ്ങി. മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ആനയോട്ടം ഈ വർഷം ചടങ്ങ് മാത്രമായി നടത്താൻ തീരുമാനം. 3 ആനകളെ മാത്രം പങ്കെടുപ്പിക്കും. ഈ മാസം 14-നാണ് പരിപാടി. മണ്ണാർക്കാട് നഗരസഭയിലെ രജിസ്ട്രാർ ഓഫീസ് ആശുപത്രി റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി. നഗരസഭാ ചെയർമാൻ ഫായിദ ബഷീർ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം പൂർത്തിയാക്കിയത് 2020-21 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി. പാലക്കാട് അയിലൂർ ഗ്രാമപഞ്ചായത്തിലെ കോപ്പംകുളമ്പ് SC കോളനിയിലെ സമഗ്ര വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് കെ. ബാബു MLA. നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കിയത് 5 ലക്ഷം രൂപ ചെലവഴിച്ച. അലനല്ലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവത്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. തച്ചമ്പാറ DBHSSൽ നടന്ന ക്യാമ്പ് കല്ലടിക്കോട് സബ് ഇൻസ്പെക്ടർ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ട്രെയിനിൽ കടത്തിയ 46 കിലോ കഞ്ചാവ് പിടികൂടി. ഒഡീഷ സ്വദേശികളായ 7 പേർ അറസ്റ്റിൽ. കഞ്ചാവ് പിടികൂടിയത് തിരുവനന്തപുരം ഷാലിമാർ എക്സ്പ്രസിലെ S4 കോച്ചിൽ നിന്നാണ്. പെരുവമ്പ പഞ്ചായത്തിലെ കാട്ടുപന്നി ആക്രമണത്തിന് പരിഹാരം കാണാൻ സർവകക്ഷി യോഗം ചേർന്നു. കാട്ടുപന്നിയെ കൊല്ലാനുള്ള പൂർണ്ണ അധികാരം പഞ്ചായത്തിന് നൽകണമെന്ന് യോഗത്തിൽ ആവശ്യം. മലപ്പുറത്ത് ആദിവാസി യുവതി യുവാക്കൾക്ക് പ്രഥമ ശുശ്രൂഷ പരിശീലനവും ഫയർ ആൻഡ് റെസ്ക്യൂ പരിശീലനവും നൽകി. പരിപാടി സംഘടിപ്പിച്ചത് കുടുംബശ്രീ ജില്ലാ മിഷനും ഗോത്ര സഖി സമഗ്ര സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും സംയുക്തമായി. തിരൂരിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ 4-അംഗ സംഘം പിടിയിൽ. ഷഫീഖ്, മുഹമ്മദ് മുസ്തഫ, മുഖീൻ, പ്രജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം കോഴിക്കോട് തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ കൈമാറി. പൂർത്തിയായത് 28 വീടുകളുടെ നിർമ്മാണം. ബസ് യാത്രയ്ക്കിടെ 2 വയസ്സുകാരിയുടെ സ്വർണ്ണാഭരണം മോഷ്ടിച്ച യുവതി അറസ്റ്റിൽ. പിടിയിലായത് മധുര കൽമാട് സ്വദേശി പ്രിയ. കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡിൽ. കോഴിക്കോട് NIT റിട്ടയർ സൂപ്രണ്ട് KV രാമയ്യർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കുഞ്ഞുങ്ങൾക്കൊരു പുസ്തകക്കൂട്ട പദ്ധതിയിലേക്ക് പുസ്തകങ്ങൾ നൽകി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. 85 പുസ്തകങ്ങളാണ് കൈമാറിയത്. കോഴിക്കോട് കഞ്ചാവുമായി ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. പിടിയിലായത് നാദാപുരം സ്വദേശി മാക്കൂൽ റൈസ്. 140 ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ റോളപ്പ് സ്റ്റാൻഡുകൾ സ്ഥാപിച്ചു വനിതാ ശിശു വികസന വകുപ്പ്. ജില്ലാ കളക്ടർ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചും ധനസഹായങ്ങളെക്കുറിച്ചും റോളപ്പ് സ്റ്റാൻഡുകൾ വഴി പ്രചാരണം നടത്തും. വയനാട് ജില്ലയിൽ കാർഷിക യന്ത്രങ്ങളുടെ കണക്കെടുപ്പ് നടത്തുന്നു. കാർഷിക യന്ത്രവത്കരണ മിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി. കണ്ണൂർ കോർപ്പറേഷനിൽ ക്യാൻസർ നിയന്ത്രണ പദ്ധതിക്ക് തുടക്കം. സന്നദ്ധ പ്രവർത്തകർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മലബാർ ക്യാൻസർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ 3 ഫിൽറ്റർ ക്യാമ്പുകളും 1 മെഗാ ക്യാമ്പും സംഘടിപ്പിക്കും. കാസർഗോഡ് ഉടുപ്പി കരിന്തളം 400 kV ലൈൻ ഡിസംബറിൽ സജ്ജമാക്കും. ട്രാൻസ്ഫോമർ കാസർഗോഡ് എത്തിച്ചു. വൈദ്യുത പദ്ധതിയുടെ ശേഷി 1000 മെഗാവാട്ട്. ആന്ധ്രയിൽ നിന്ന് കാസർഗോഡ് ജില്ലയിലേക്ക് കഞ്ചാവ് എത്തിച്ച് മൊത്ത വിതരണം നടത്തുന്നയാൾ അറസ്റ്റിൽ. പിടിയിലായത് ആലമ്പാടി സ്വദേശി മുഹമ്മദ് കബീർ. പ്രതിയെ പിടികൂടിയത് കാസർഗോഡ് ഡിവൈഎസ്പി PP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം. ഫാക്ട് ചെക്ക്. വാവ സുരേഷ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്തെ ചിത്രങ്ങൾ എന്ന തരത്തിൽ വ്യാജ ചിത്രം പ്രചരിക്കുന്നു. സത്യാവസ്ഥ പരിശോധിക്കാം. പാമ്പ് കടിയേറ്റ് ചികിത്സയിലിരുന്ന വാവ സുരേഷ് ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത്. അതിനിടെയാണ് വാവ സുരേഷ് ചികിത്സയിൽ കഴിയുന്ന ചിത്രം എന്ന തരത്തിൽ ഈ ചിത്രം പ്രചരിച്ചത്. ആശുപത്രി കിടക്കയിൽ ചിരിച്ചുകൊണ്ട് കൈപൊക്കി കാണിക്കുന്ന ഒരു ചിത്രമാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. ആശുപത്രി കിടക്കയിൽ നിന്നുള്ള വാവ സുരേഷിന്റെ ഏറ്റവും പുതിയ ഫോട്ടോ എന്ന തരത്തിലും ഈ ചിത്രം പ്രചരിച്ചിരുന്നു. എന്നാൽ 2020
ഫെബ്രുവരി 17-ലെയാണ് ഫോട്ടോ. പത്തനാപുരത്ത് പാമ്പിനെ പിടിക്കുന്നതിനിടയിൽ കടിയേറ്റ് ചികിത്സയിലിരുന്നപ്പോഴുള്ള ചിത്രമാണിത്. ഇപ്പോൾ കിട്ടിയത് മലപ്പുറം വഴിക്കട വാനമറി RTO ചെക്പാസിൽ വിജിലൻസ് പരിശോധന. വാഹനങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നു എന്ന പരാതിയെ തുടർന്നാണ് പരിശോധന. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തരാഖണ്ഡിൽ കർണപ്രയാഗ്, ഗൻസാലി, നരേന്ദ്രനഗർ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്യും. എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിനെ കണ്ടെത്തിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ലൂക് മൊണ്ടാഗ്നർ അന്തരിച്ചു. 2008 നൊബേൽ സമ്മാന ജേതാവാണ്. കോവിഡ് വാക്സിൻ വിരുദ്ധ പ്രസ്താവന നടത്തി മൊണ്ടാഗ്നർ ശ്രദ്ധ നേടിയിരുന്നു. മെക്സിക്കോയിൽ വീണ്ടും മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ഈ വർഷം ഇതുവരെ കൊല്ലപ്പെട്ടത് 5 മാധ്യമപ്രവർത്തകർ. കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരെ ഫ്രാൻസിലും പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിഷേധക്കാർ പാരീസിലേക്ക് തലസ്ഥാനത്ത് തടയുമെന്ന് പോലീസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.